കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ ഭിന്നശേഷിക്കാരന്റെ ആത്മഹത്യ പെൻഷൻ ലഭിക്കാത്തത് കൊണ്ടല്ല എന്നതിന് തെളിവുകൾ കൈരളി ന്യൂസിന്. ജോസഫ് ഡിസംബറിൽ 2 പേരുടെ പെൻഷൻ കുടിശ്ശിക കൈപ്പറ്റിയതിന്റെ റെസിപ്റ്റ് കൈരളി ന്യൂസിന് ലഭിച്ചു. PV ജോഷില ചേരുകയാണ്. ജോഷില, പെൻഷൻ മുടങ്ങിയതാണ് ആത്മഹത്യക്ക് കാരണമെന്നായിരുന്നു പ്രചാരണം. എന്താണ് ഇതിന്റെ വാസ്തവം? കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ ഭിന്നശേഷിക്കാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പെൻഷൻ വിതരണം മുടങ്ങിയതിനാലാണെന്ന പ്രചാരണമായിരുന്നു ഇതുവരെ നടത്തിയിരുന്നത്. എന്നാൽ ഈ പ്രചാരണം വസ്തുതാവിരുദ്ധമാണെന്നതിനുള്ള തെളിവ് കൈരളി ടിവിക്ക് ലഭിച്ചിട്ടുണ്ട്. 2023 ഡിസംബറിൽ 1600 രൂപ വീതം മകളുടെ അടക്കം ഭിന്നശേഷി പെൻഷനായി 3200 രൂപ പെൻഷൻ ജോസഫ് കൈപ്പറ്റിയിട്ടുണ്ടെന്ന് തെളിയിക്കുന്ന റെസീറ്റാണിത്. ജോസഫിന്റെ ഭിന്നശേഷിക്കാരിയായ മകൾ മേരി മാസങ്ങളായി കോഴിക്കോടുള്ള കന്യാസ്ത്രീകളുടെ സംരക്ഷണ കേന്ദ്രത്തിലാണ്. മേരിയുടെ ഭിന്നശേഷിക്കാർക്കുള്ള പെൻഷനും കൈപ്പറ്റുന്നത് ജോസഫാണ്. വീട്ടിൽ തന്നെ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ജോലി ചെയ്യാനുള്ള സൗകര്യവും പഞ്ചായത്ത് ജോസഫിന് ഉണ്ടാക്കി കൊടുത്തിരുന്നു. ജനുവരി 3-ന് തൊഴിലുറപ്പ് കൂലി ഇനത്തിൽ 5500 രൂപ കാനറ ബാങ്കിൽ നിന്നും ജോസഫ് കൈപ്പറ്റിയിട്ടുണ്ട്. പഞ്ചായത്തിന്റെ അഗതി പട്ടികയിൽ ഉൾപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളും ജോസഫിന് എത്തിച്ചു നൽകാറുണ്ടായിരുന്നുവെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കേസിൽ പറയുന്നത്. എന്തായാലും സാമ്പത്തിക പ്രശ്നമല്ല ജോസഫിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് സാഹചര്യ തെളിവുകൾ വ്യക്തമാക്കുന്നത്. ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു PV ജോഷില.